വെൽക്കം. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമ്മൾ ASMന്റെ എല്ലാവരും ASMന്റെ പ്രിപ്പറേഷനിലായിരിക്കും, അതിൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഹിസ്റ്ററി പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ, അതായത് ഇപ്പോൾ മറ്റ് PSC എക്സാംസിനൊക്കെ ആയാലും ഇപ്പോൾ ASMന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആയാലും നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻസോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പഠിക്കാതെ വിട്ട് കളഞ്ഞ കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുക. ഇനി അതുപോലെ തന്നെയുണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്. നമ്മളെ കുഴപ്പിക്കുന്ന ഒത്തിരി സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ അവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ കണ്ടിരിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എവിടെയാണ്, എന്താണ് നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇതിൽ ഏതാണ് ശരിയായവ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ശരിയായവ കണ്ടെത്തുക. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായവ? 2, 3, 4 ഇവിടെ എന്താണ് ശരിയായവയാണ് അല്ലെ. അപ്പൊ ഇതില് തെറ്റ് ഇതാണ് അല്ലെ. എന്താണ് ഇതിലെ തെറ്റ്? അതായത് 1908 ജനിച്ചത്, 1809 ജനിച്ചത് അല്ലെ. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിലാണോ ജനിച്ചത്? അല്ല അല്ലെ. ശാസ്താംകോവിൽ വിളയിലെ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന കുടുംബത്തിലാണ്, അവിടെയാണ് ആര് ജനിക്കുന്നത്? ഈ വൈകുണ്ഠസ്വാമി ജനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് അല്ലെ. അതുപോലെ തന്നെ മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം പഠിച്ചിട്ടുണ്ട് അല്ലെ. സമത്വ സമാജം ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുക. പക്ഷെ ഇതിന്റെ ജനനം എന്നൊന്നും നമ്മൾ ചിലപ്പോൾ വിട്ടുപോയേക്കാം. പക്ഷെ അതൊക്കെ പഠിച്ചു വയ്ക്കണം. ഓരോന്നും തൊട്ട് എവിടെയാണ് ജനിച്ചത്, ഏത് സ്ഥലത്താണ് ജനിച്ചത്, കുടുംബത്തിന്റെ പേരെന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിതയാണ് അയ്യാവഴി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി പോയിന്റ്സുകൾ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒത്തിരി പോയിന്റ്സുകൾ പഠിച്ചു വയ്ക്കുക. പക്ഷെ ചോദിക്കുന്ന ചോദ്യം നമുക്ക് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാം ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമാണ് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തിനെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. കലാപം നടന്നത് 1812 കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അപ്പൊ ഇതിൽ ഏതായിരിക്കാം തെറ്റായ പ്രസ്താവന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ശരിയല്ലാത്ത പ്രസ്താവന, തെറ്റായ പ്രസ്താവന ഏതാണ്? 2ഉം 3ഉമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. അതുപോലെ തന്നെ എന്താണ്? കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. ഇത് 2ഉമാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത്. ഇനി ഇവിടെ എന്താണ്? കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. തെറ്റാണ് അല്ലെ. രാമനമ്പിയാണ് എന്ത്? ഈ കുറിച്യ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ബുദ്ധി കേന്ദ്രം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു കുറിച്യ കലാപത്തിന്റെ ഒരു മെയിൻ ലീഡർ ആയിരുന്നു രാമനമ്പി. അതാണ് അവിടെ തെറ്റായിട്ട് വരുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും ഇതിൽ ആൻസർ ആയിട്ട് വരിക? 1ഉം 2ഉം 4ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉം 4ഉം
അല്ലെ? 1, 2, 4 ഇവിടെ ശരിയായ പ്രസ്താവന. ഇനി 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? അല്ല, അല്ലെ? എന്നാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? ഏത് സമ്മേളനത്തിലാണ്? ബെൽഗാം സമ്മേളനത്തിലാണ്, അല്ലെ? ബെൽഗാം സമ്മേളനം. അത് ഏത് വർഷമാണ്? 1924 ബെൽഗാം സമ്മേളനം വരുന്നത്. ഇവിടെയാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് മാറിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുമായി ശരിയായ കാലഗണനാ ക്രമം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. ഇത് ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ആദ്യത്തെ വരുന്നത് ഏതാണ്? 2 ആണ്, അല്ലെ? ഫസ്റ്റ് വൺ മലബാർ കലാപമാണ്. ഇനി അതിനുശേഷം സെക്കൻഡ് വൺ വരുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്, അല്ലെ? ഇനി അതുപോലെ തന്നെ ഫോർത്ത് വൺ ഏതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. ഇനി ഫോർത്ത് വൺ വരുന്നത് ഏതാണ്? അതിർത്തി ഗാന്ധിയുടെ മരണം. അപ്പൊ നിങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡേറ്റുകൾ ഓർത്ത് വെച്ചാലാണ് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സാധാരണഗതിയിൽ മാച്ച് ദ ഫോളോവിങ് ചോദിക്കുമ്പോൾ ഒരു സൈഡില് ആ ഒരു ഇയർ ഉണ്ടാവും, അത് മാച്ച് ചെയ്യുക, അല്ലെ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ആ ഒരു വർഷം കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കറക്റ്റ് ആയിട്ട് ആ ഒരു മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. കാലഗണന ക്രമത്തിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? 2 മാത്രമാണ് ഇവിടെ ബന്ധമില്ലാത്തത്, അല്ലെ? ബന്ധമില്ലാത്തത്. ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടി ഉണ്ടാക്കിയത് എന്തിന്റെ പേരിലാണ്? ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് പരാജയമായിരുന്നു, അല്ലെ? പരാജയമായിരുന്നു. എന്തുകൊണ്ടാണ്? ഗാന്ധിജി അവിടെ പങ്കെടുത്തില്ല. അപ്പൊ ഗാന്ധിജിയെ പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗാന്ധിയും ഇർവിനും തമ്മിലുണ്ടാക്കിയ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു പാക്ട് ആണ് ഇത്, ഗാന്ധി ഇർവിൻ പാക്ട്. ഇതിന്റെ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ സമ്മതിക്കുന്നത്, അല്ലെ? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കണം. ആ സമയത്താണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, അല്ലെ? സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് ഇത് പിൻവലിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ബേസിലാണ് കഠിനമായിട്ടുള്ള ശിക്ഷകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്തവരെ ഒഴിച്ച് ബാക്കിയുള്ള രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനും എഗ്രിമെന്റ് ആയി. ഇതിന്റെ ബേസിൽ ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഗാന്ധി ഇർവിൻ പാക്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചാലാണ് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഉടമ്പടിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പഠിച്ചാലാണ് നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഗ്ഭടാനന്ദൻ. ഇവിടെ ഏതായിരിക്കാം ഇതില് ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്? 1, 2, 3 ഇവിടെ ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്. 1, 2, 3 ശരിയായ പ്രസ്താവന. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന റിനൈസൻസ് ലീഡേഴ്സ് ആണ്, അല്ലെ? നമ്മുടെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് റിനൈസൻസ് ലീഡേഴ്സിനെ നമ്മളിവിടെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഒത്തിരി റിനൈസൻസ് ലീഡേഴ്സ് വരുന്നുണ്ട്. വാഗ്ഭടാനന്ദൻ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി, അയ്യങ്കാളി, അങ്ങനെ ഒത്തിരി ഒരു നമ്പർ ഓഫ് ലീഡേഴ്സിനെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഒന്നേന്ന് തൊട്ട് അല്ലെങ്കിൽ അവരുടെ ജനനം തൊട്ട് പഠിച്ചാലാണ്, അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് ജനിച്ചത്, ഏത് പ്രദേശത്താണ് ജനിച്ചത് അടക്കം പഠിച്ചാലാണ് നമുക്കിത് ഇതിന് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇത് ഓർക്കുക, കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ജനിച്ചത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോക്കുക. ചിലപ്പോൾ ശരിയായതായിരിക്കും, അല്ലെങ്കിൽ തെറ്റായത് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇവിടെ എന്താണ്? സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ഏതായിരുന്നു ഇവിടെ ശരിയായത്? 1, 2, 3 ഇവിടെ
ശരിയായിട്ടുള്ളത്. അപ്പൊ ഇവിടെ തെറ്റായി വരുന്നത് ഇതാണല്ലേ, ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അതായിരുന്നോ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആവശ്യം? അല്ല. എന്തായിരുന്നു? പൊതുനിരത്തുകൾ അല്ലെ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വരുന്ന നിരത്തുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെ, മറ്റു ജാതിക്കാരൊക്കെ, താഴ്ന്ന ജാതിക്കാരൊക്കെ സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതായിരുന്നു അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവിടെയാണ് മെയിൻ ആയിട്ട് എന്താണ്, ക്ഷേത്രപ്രവേശനം അല്ലെ, ഗുരുവായൂർ അമ്പലത്തിൽ അല്ലെങ്കിൽ ആ ഒരു അമ്പലപ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് അല്ലെ. അപ്പൊ ഇതിവിടെ കറക്റ്റ് ആയിട്ട് ഓർക്കണം. അതുപോലെ തന്നെ കേരള റിനൈസൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ആദ്യകാല സമരങ്ങൾ. അവിടെ കുറിച്യ കലാപം, പഴശ്ശി കലാപം, ഇനി അതുപോലെ തന്നെ നമ്മൾ റീസെല്ലിലേക്ക് വരുമ്പോൾ റിനൈസൻസ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ഇതൊക്കെ നമ്മൾ അവിടെ ഓർത്ത് വെക്കേണ്ടത്. പാലിയത്തച്ഛനുമായി റിലേറ്റ് ചെയ്ത പോയിന്റ്സുകളൊക്കെ അവിടെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ റെഡിയായ അല്ലെങ്കിൽ ഇവിടെ ശരിയായത് ഏതാണ്? സവർണജാഥ അല്ലെ, സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ് അല്ലെ. EV രാമസ്വാമി നായ്ക്കർ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് അല്ലെ, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആരാണ്? സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മഹാത്മാഗാന്ധി. നെക്സ്റ്റ് PSCയിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗാന്ധിജിയെ പറ്റി. ഗാന്ധിജിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒറ്റ എക്സാംസും ഇല്ല. അപ്പൊ നോക്കിക്കോളാ, എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ് താലീം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധിജി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട്? എല്ലാം ശരിയാണ് അല്ലെ, എല്ലാം ശരിയാണ്. അപ്പൊ ഗാന്ധിജി ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് നെയ് താലീം അല്ലെ, അടിസ്ഥാന വിദ്യാഭ്യാസം, ഓർ വാർധാ പദ്ധതി എന്നൊക്കെ പറയും. അടിസ്ഥാന വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വാർധാ പദ്ധതി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇവിടെ ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് ഏത്? അനാസക്തി യോഗം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1920-ലാണ് അല്ലെ. 5 തവണ ഗാന്ധിജി എന്ത് വന്നിട്ടുണ്ട്? കേരളത്തില് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഗാന്ധിജി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഗാന്ധിജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഗാന്ധിജി മാസമായിട്ടുള്ള 3 മൂവ്മെന്റ്സുകളാണ് നടത്തിയിരുന്നത് അല്ലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അതിൽ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, ഉപ്പു സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം. ഇതിലേതാണ്? ചൗരി ചൗര അല്ലെ, പോലീസ് തീവയ്പ് കേസാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തലാക്കിയത്. കുറച്ചുകൂടി വയലന്റ് ആയി എന്ന് കണ്ടപ്പോഴാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കിയത്. ഇനി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് കാരണങ്ങളിൽ ഒന്നായിട്ട് വരുന്നത് ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് അല്ലെ. അപ്പൊ ഈ ഉപ്പ് സത്യാഗ്രഹം എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്? അവിടെ സിവിൽ ഡിസോബീഡിയൻ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്, ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് എന്ത് വരുന്നത്? ഉപ്പു സത്യാഗ്രഹം വരുന്നത്. ഇനി ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗാന്ധിജി ആ ഒരു ദേശീയതയിലേക്ക്, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ എൻറ്റർ ചെയ്യുന്ന കാലഘട്ടത്തില് 3 പ്രധാനമായ 3 സമരങ്ങൾ നടത്തി. അതിലൊന്നാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. അതില് 3 ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹം, നെക്സ്റ്റ് ഒന്ന് ഏതാണ്? ഗേദ അല്ലെ, ഗേദ. അതുപോലെ തന്നെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഇത്രയാണ് 3 അദ്ദേഹം നടത്തിയ 3 മെയിൻ ആയിട്ടുള്ള ഒരു സമരങ്ങൾ. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ഗേദ അല്ലെ, ഗേദയും അതുപോലെ തന്നെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും. 3 സമരങ്ങളാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് എൻറ്റർ ചെയ്ത, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുന്നതിന് ഫസ്റ്റ്ലി ഗാന്ധിജി നടത്തിയ 3 സമരങ്ങൾ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട
ഭരണാധികാരി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ PSCയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഏരിയ 1857 റിവോൾട്ടാണ്. നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്നൊക്കെ വിളിക്കും അല്ലെ, ശിപ്പായി ലഹള എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇതിൽ ഈ ചക്രവർത്തിയായിട്ട്, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ് അല്ലെ. ഡൽഹിയിൽ അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണാധികാരിയായിട്ട് അവരോധിക്കുകയാണ് ചെയ്തത്. ആര്? നമ്മുടെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഒരു നേതാക്കന്മാര്. ഇത് എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. നെക്സ്റ്റ് രാത്രിയാണല്ലേ. നെക്സ്റ്റ് ഡേ എന്താണ്? നേരം വെളുപ്പോടുകൂടി ഡൽഹി പിടിച്ചെടുക്കുകയും അവിടെ ബഹദൂർ ഷാ രണ്ടാമനെ ഒരു ഇന്ത്യൻ ചക്രവർത്തിയായിട്ടും അതുപോലെ തന്നെ 1857 ലീഡറായിട്ടും ആ ഒരു ഏരിയയിൽ ഡൽഹിയിലെ ലീഡറായിട്ടും അവിടെ അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ 1857 റിവോൾട്ടിൽ നമ്മൾ പഠിക്കേണ്ടത് മെയിനായിട്ട് ഓരോ ഏരിയയിലും ഓരോ നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി ആണല്ലേ, ഝാൻസി റാണിയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മീററ്റിലായാലും അതുപോലെ തന്നെ ഫൈസാബാദ്, ഇതുപോലുള്ള ബീഹാർ, ഇതുപോലുള്ള ഏരിയസിൽ നേതാക്കന്മാരുണ്ട്. അപ്പം നമുക്കറിയാം താന്തിയ തോപ്പി, ഇതുപോലുള്ള ലീഡേഴ്സൊക്കെ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതുണ്ട്. ഇവരൊക്കെ ഏതൊക്കെ ഏരിയയിലാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ലീഡേഴ്സായി വരുന്നത് എന്ന് അവിടെ പഠിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മാച്ച് ദ ഫോളോവിങ് അടക്കം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ അടക്കം ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഇവിടെ ചോദിക്കാം. ഈ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളല്ല വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒത്തിരി ഡൗട്ട് അടിച്ച് ഒരുപാട് സമയം നമ്മൾ അതിന് എടുത്തേക്കാം. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി സമയം വായിച്ചത് തെറ്റാണോ ശരിയാണോ എന്നൊരു ഡൗട്ട് തോന്നിയേക്കാം. അപ്പോൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കണം. ഹിസ്റ്ററിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒത്തിരി സിലബസിൽ ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ASMന്റെ. അപ്പോൾ നന്നായിട്ടിരുന്ന് നമുക്ക് ആ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്ക് PDF നോട്ട്സുകൾ, നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് വീക്കിലി എക്സാംസ്, വീക്കിലി ലൈവ് ക്ലാസ്സുകൾ, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, സെക്ഷൻസ്, ഇതെല്ലാം തന്നെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടിയും ടെക്നിക്കൽ സപ്പോർട്ട് കൂടിയുമാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇനി ജോയിൻ ചെയ്യാൻ നമ്പർ ഇതാണ് 8590202323. എന്ത് ഡൗട്ടുകളും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.